പട്ടികജാതി പട്ടികവർഗ ഉന്നമനത്തിനായി കൂടുതൽ പദ്ധതിയും തുകയും വകയിരുത്തിയെന്ന സർക്കാർ വാദം കാപട്യമാണെന്ന് SST സംരക്ഷണ മുന്നണി. ബജറ്റിൽ വിവിധ പദ്ധതികൾ ഇല്ലാതാക്കുകയും തുക വെട്ടിക്കുറയ്ക്കുകയും ചെയ്ത സർക്കാർ മുൻ വർഷങ്ങളിൽ കോടിക്കണക്കിന് രൂപയുടെ വിവിധ പദ്ധതികൾ ലാപ്സാക്കിയെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ മായാണ്ടി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പട്ടികജാതി പട്ടികവർഗ ഉന്നമനത്തിന് സഹായകമാകുന്ന 20 പദ്ധതികളിൽ 500 കോടി രൂപയാണ് സർക്കാർ വെട്ടിക്കുറച്ചതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. 500 കോടി രൂപ ഈ വർഷം 500 കോടി രൂപ വെട്ടിക്കുറച്ചു. അത് ലൈഫ് മിഷൻ പദ്ധതി ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് 500 കോടി രൂപ വെട്ടിക്കുറച്ചപ്പോൾ 114 കോടി രൂപയാണ് അധികമായിട്ട് വകയിരുത്തിയത്. അപ്പൊ അത് അധികമായി വകയിരുത്തിയെന്ന് പറയാം. വെട്ടിക്കുറച്ചാൽ പദ്ധതി കുറഞ്ഞല്ലോ, അത് പറഞ്ഞിട്ടില്ല. ഒരു വർഷം പദ്ധതി അംഗീകരിച്ചാൽ അതിൽ 1 കോടി രൂപ വെട്ടിക്കുറച്ചാൽ അത് പദ്ധതി കുറഞ്ഞു. 500 കോടി രൂപയുടെ കുറഞ്ഞ പദ്ധതിയാണ്. അതിൽ നിന്നാണ് 500 കോടി വെട്ടിക്കുറച്ചിട്ട് 114 കോടി രൂപ അധികമായി വകയിരുത്തെന്ന് പറയുന്നത്. അപ്പം പട്ടികജാതി പദ്ധതിയിൽ വെട്ടിക്കുറച്ചിരിക്കുന്ന വെട്ടി നിരത്തിയിരിക്കുകയാണ് സർക്കാർ. വീട് പൂർത്തീകരണവും നവീകരണവും അത് 222.06 കോടി രൂപയിൽ നിന്നും 173.06 കോടി രൂപയായിട്ട് വെട്ടിക്കുറച്ചു. ഈ വർഷം വെട്ടിക്കുറച്ചു. ഭവന നിർമ്മാണത്തിന് ഭൂമി വാങ്ങാൻ 170 കോടി രൂപയിൽ നിന്നും 70 കോടി രൂപയായിട്ട് വെട്ടിക്കുറച്ചു. വിവാഹ ധനസഹായം 86 ലക്ഷം 50 ലക്ഷമായി. പെൺകുട്ടികൾക്ക് വാത്സല്യനിധി പദ്ധതി 10 കോടി രൂപ പദ്ധതി പൂർണ്ണമായിട്ട് ഒഴിവാക്കി. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് 50 കോടി രൂപയാണ് ഉണ്ടായിരുന്നത്, അത് 20 കോടിയായി. ഈ വർഷം അത് 25, അടുത്ത വർഷത്തേക്ക് ബഡ്ജറ്റില് 25 കോടിയാക്കിയിട്ട് വകയിരുത്തിയിട്ടുണ്ട്. പക്ഷെ ഈ വർഷം അത് 50 കോടി രൂപ വകയിരുത്തത് 20 കോടിയായിട്ട് കുറച്ചു. അംബേദ്കർ ഗ്രാമ പദ്ധതി 50 കോടി 30 കോടിയായിട്ട് കുറച്ചു. ലൈഫ് മിഷൻ പദ്ധതി 300 കോടിയാണ് 120 കോടിയായിട്ട് കുറച്ചു. പട്ടികജാതി വർഗ വികസനത്തിനായി 114.9 കോടി വർദ്ധിപ്പിച്ചുവെന്ന് പ്രചരിക്കുമ്പോഴാണ് വിവിധ പദ്ധതികളിലെ 500 കോടി വെട്ടിക്കുറച്ചത്. ഫലത്തിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് 386 കോടിയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. 2011 സെൻസസ് പ്രകാരം വീടും സ്ഥലവുമില്ലാത്ത 76,308 പട്ടികജാതി കുടുംബങ്ങളാണ് കേരളത്തിലുള്ളത്. 43,800 കുടുംബങ്ങൾക്ക് വീട് വെക്കാനുള്ള തുകയാണ് സർക്കാർ വിവിധ പദ്ധതികൾ ലാപ്സാക്കിയതിലൂടെ ഇല്ലാതായത്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹം തുടങ്ങിയ പദ്ധതി വിഹിതവും ഇല്ലാതാക്കി. 1997 മുതൽ 2001 വരെ 1133.35 കോടി രൂപയും ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 1752.42 കോടിയും പാഴാക്കി. ലാപ്സായ തുക തിരിച്ചുപിടിച്ച് ചെലവഴിക്കണം. പട്ടികജാതി വർഗ ഫണ്ടുകൾ വക മാറ്റാതിരിക്കാനും നഷ്ടപ്പെടാതിരിക്കാനും സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും കെ മായാണ്ടി പറഞ്ഞു. പ്രസിഡന്റ് വിജയൻ അമ്പലക്കാട്, സതീഷ് ആനച്ചിറ, ഗോപാലകൃഷ്ണൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.